എല്ലാവർക്കും യൂട്യൂബ് ചാനൽ വാസ്തു ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് അലർജീനെ പറ്റി, സ്കിൻ അലർജീനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, ചില കൂട്ടരെ ചർമ്മത്തിലെ സ്കിൻ അലർജി ഇല്ലേ വ്യക്തികളാണ്. ഈ സ്കിൻ അലർജി പലതരത്തിലുണ്ട്. ഒന്ന് കഴുത്തിലേക്ക് വരുന്ന സ്കിൻ അലർജി, എന്തെങ്കിലും നെക്ലേസ് അല്ലെങ്കിൽ മാല എന്തെങ്കിലും ഇടുന്ന സമയത്ത് കഴുത്തിൽ വരുന്ന അലർജീസ്, അതൊരു അലർജിയാണ്. രണ്ടാമത്തെ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജോയിൻസിൽ വരുന്ന അലർജി. ഈ ജോയിൻസിൽ, കൈയിൻ്റെ ജോയിൻസ്, ത്വക്കളുടെ ഉള്ളിൽ വരുന്ന അലർജി. മൂന്നാമത്തെ അലർജി എന്ന് പറയാമെങ്കിൽ കൈയിൻ്റെ ഉൾവശത്തിൽ തോല് പൊളിയുക, അങ്ങനത്തെ മൂന്നാമത്തെ അലർജി. നാലാമത്തെ അലർജി നമ്മളെ ശരീരത്തിലെ തൊലി പോവുക. പിന്നെ അഞ്ചാമത്തെ അലർജി എന്ന് പറയുന്നത് 2 മാസം കൂടുന്ന സമയത്ത് പാമ്പിൻ്റെ തൊലി മാതിരി ഇങ്ങനെ വട്ടം ആയിട്ട് കാണപ്പെടും. എന്നിട്ട് അത് പിന്നെ പൊളിഞ്ഞിട്ട് വരാം. അങ്ങനത്തെ ഒരു 5 തരം അലർജി നമ്മൾ കാണപ്പെടും സാധാരണ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് തിങ്സ്, ഈ അലർജി ഉള്ള വ്യക്തികൾ അധികം സൂര്യൻ്റെ വെയിൽ കൊള്ളാൻ പാടില്ല. സൂര്യൻ്റെ വെയിൽ, ഈ അലർജി ഉള്ള വ്യക്തികൾ സൂര്യൻ്റെ വെയിലാണ് കൂടുതൽ അവർക്ക് എഫക്റ്റ് ആകുന്നത്. കൂടുതൽ വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ വരുന്ന സമയത്താണ് ഈ അലർജീൻ്റെ എഫക്റ്റ് കൂടുന്നത്. പിന്നെ ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സുമാർക്കും ഇങ്ങനെ പല അലർജി ഇല്ല കാരണം അവരും കുറേ ഡോക്ടേഴ്സ് കൺസൾട്ടിങ് ചെയ്തു, കുറേ മെഡിക്കലായിട്ട് കൺസൾട്ടിങ് ചെയ്തു, പല മെഡിക്കൽസ് ആയിട്ട് പല അമ്പലത്തിലും പോയി നേർച്ചയും കാര്യങ്ങളെല്ലാം കുറേ പൈസ ഇങ്ങനെ വേസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റിൽ ഒരു പ്രയോജനം ഇല്ലാതെ ഇരിക്കുന്ന എത്രയോ നാട്ടിലും കൂടിയും കാണപ്പെടാറുണ്ട്, പല സ്ഥലത്തും. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് അലർജീനെ പറ്റിയിട്ട് ആവാന്നില്ല രീതിയിൽ ഞാൻ ഇന്ന് ടോപ്പിക്ക് ചെയ്യുന്നത്. ഞാൻ 2 പേർക്ക് എൻ്റെ എക്സ്പെരിമെൻ്റ് പറഞ്ഞു കൊടുത്തു, അവിടെ ചെയ്തു. അവർക്ക് ഇപ്പം ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ അതിൽ വന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പോയിട്ടില്ല, എന്നാലും അവർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ എൻ്റെ ഉദാഹരണത്തിൽ ഞാൻ ഇത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു സമയം നിങ്ങളെ അലർജിയും ഒഴിവായി കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പ് ഇല്ലോണ്ടാണ് ഞാൻ ഇന്ന് യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഈ അലർജീനെ പറ്റിയിട്ട് പറയാൻ കാരണം. ഇനി ഈ അലർജിയിൽ വെരി സിമ്പിൾ ഒരു 2 സാധനമാണ് നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടത്. എൻ്റെ ഈ സൈഡിൽ വെച്ച സ്റ്റൂളിൽ നിങ്ങൾക്ക് കാണാം, ഒന്ന് റോസ് വാട്ടർ, ഡാബർ കമ്പനീൻ്റെ റോസ് വാട്ടർ. പിന്നെ ഒന്ന് ഗ്ലിസറിൻ എന്ന് പറഞ്ഞ ഒരു ബോട്ടിൽ സൈഡിൽ. ഈ 2 ബോട്ടിലാണ് നമ്മളെ സ്റ്റൂളിൻ്റെ മുകളിൽ കിടക്കുന്നത്. ഈ 2 സാധനം നിങ്ങൾക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും
അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന ഒരു സാധനമാണ് എല്ലാ ദിക്കിലും. ഇനി ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ ഉപയോഗം ചെയ്യുന്ന മുന്നേ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അലർജി പല തരത്തിലും ഉണ്ടാവും. പല തരത്തിലുള്ള അലർജി ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞില്ല, ഒരു 5 തരത്തിലുള്ള അലർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ ആദ്യം നിങ്ങളെ ശരീരത്തിൽ എവിടെയാ അലർജി ഇല്ലേ അവിടെ ചെറുതായിട്ട് ഒന്ന് ഒരു 2-3 ദിവസം 4 ദിവസം നിങ്ങൾ അത് പെട്ടി നോക്കൂ. നോക്കിയിട്ട് നിങ്ങൾക്ക് അത് സാറ്റിസ്ഫാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ മതി. എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലർജി എന്ന് പറഞ്ഞാൽ പല തരത്തിൽ വരുന്ന അലർജി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഇത് എല്ലാ അലർജിക്കും യൂസ്ഫുൾ ആണ്. ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, നോ സൈഡ് എഫക്റ്റ്. ബട്ട് നിങ്ങൾ ഒരു ചെറിയൊരു രീതിയിൽ പരീക്ഷിച്ച് പിന്നെ നിങ്ങളെ ഫുൾ ബോഡിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അത് നിങ്ങളെ എങ്ങനെയാണ് സാറ്റിസ്ഫൈ, പക്ഷേങ്കിൽ അത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യണം. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. റോസ് വാട്ടർ നിങ്ങൾ എത്ര തുള്ളി എടുക്കുന്നോ അത്ര തുള്ളി തന്നെ ഗ്ലിസറിനും നിങ്ങൾക്ക് എടുക്കണം. അത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നിങ്ങളെ എവിടെയാ ഇല്ല അലർജി അവിടെ പുരട്ടി ആദ്യം നോക്കുക. ഒരു 2-3 ദിവസം, ഒരാഴ്ച പുരട്ടി നോക്കുക. എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാം. ഇതിൽ ഒരു സംശയിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് തേച്ചിട്ട് നിങ്ങൾ വെയിലത്ത് പോകാൻ പാടില്ല. ഇപ്പം ചില കൂട്ടർക്കെല്ലാം രാവിലെ കുളിച്ച് ജോലിക്ക് പോകണം, വെയിലത്ത് കറങ്ങണം, അല്ലെങ്കിൽ വെയിലിലെ പല സ്ഥലത്തും പോണ്ടി വരും. അങ്ങനത്തെ വ്യക്തികളോട് ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് രാത്രി വന്നതിൻ്റെ ശേഷം കുളിക്കുന്ന കൂട്ടർ കുളിച്ച് കഴിഞ്ഞാൽ പുരട്ടിയിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്നുറങ്ങാം. ഇനി രാവിലെ കുളിച്ചിട്ട് നിങ്ങൾക്ക് റെഡി ആയിട്ട് അങ്ങനെ പോവാം. ഇത് പുരട്ടിയിട്ട് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ വെയിലത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഗുണം മൈനസാവും. ഇതിൻ്റെ ഗുണം ഇല്ലാതെ നിങ്ങൾക്ക് കാണപ്പെടും. അപ്പോൾ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ അലർജി ഇല്ല വ്യക്തികൾ നോൺ വെജ് അവോയ്ഡ് ചെയ്യുക, അതാണ് ബെസ്റ്റ്. പിന്നെ ഉള്ളിയും വെള്ളുള്ളിയും നിങ്ങൾക്ക് എത്രയും കഴിക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റുന്നോ അത്രയും നല്ലത്. ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഡെയിലി നിങ്ങൾ മറക്കാതെ യൂസ് ചെയ്യുക. 1-2 ദിവസം യൂസ് ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് യാതൊരു ഗുണം കിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ മെച്ചം നിങ്ങൾക്ക് കാണപ്പെടും. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്യുക. ഇത് ഞാൻ പറയുന്ന മാതിരി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് അസുഖം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ പല വ്യക്തികൾ ഈ നാട്ടിൽ വിഷമിച്ചിട്ട് ഇരിക്കുന്ന കുറേ ചേച്ചിമാരും കല്യാണം കഴിക്കാതെ പോകുന്ന കുറേ ചേച്ചിമാരുണ്ട്, കുറേ ചേട്ടന്മാരുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവർക്കും
ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.